ഈ കോളിന്റെ അവസാനം കുറച്ചു സമയം പ്രതികരണം അറിയിക്കുന്നതിനായി വിനിയോഗിക്കുക. സാഹിത്യനാണ്. ഹലോ, എന്റെ പേര് ഹരിലാൽ എന്നാണേ. ഞാന് എന്റെ സിം ഐഡിയ എന്റെ ചേട്ടന് എയർടെലിന്റെ സിം ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ കംപ്ലൈന്റുള്ള നമ്പർ ഒന്ന് നോട്ട് ചെയ്തോ. ഒരു നിമിഷം. പേനയും പേപ്പറും എടുക്കുവാണോ? അല്ല, പറഞ്ഞോളൂ. പിന്നെ 97 46 49 07 38 എഴുതിയോ? 97 46 49 07 38. ഈ സിമ്മ അറിയാതെ അങ്ങ് വിഴുങ്ങിപ്പോയി ചേട്ടൻ. മനസ്സിലായില്ല. ഈ സിമ്മേ ഇങ്ങനെ മൊബൈലിൽ നിന്ന് എടുക്കാൻ പാടായിരുന്നു കേട്ടോ. അപ്പം വായും കൊണ്ട് ഇങ്ങനെ കടിച്ചപ്പോ അറിയാതെ അങ്ങ് വിഴുങ്ങിപ്പോയി. അപ്പം ഇപ്പൊ സംസാരിക്കുന്നുണ്ട് ചേട്ടൻ. അപ്പൊ കാശ് പോവോ? സംസാരിക്കുന്നുണ്ട്, കാശ് പോവോ? ഇത് വിഴുങ്ങിയേക്കോ, സിമ്മ് വിഴുങ്ങിയേക്കോ. സാറെന്താ കളിയാക്കുവാണോ? അല്ല, കളിയാക്കല്ല, കാശ് പോവോന്നറിയാനാ. ഇല്ലല്ലേ, പോവോ? വിഴുങ്ങുന്ന സിമ്മ് വിഴുങ്ങുന്ന കോൾ ചെയ്യുന്നതും തമ്മിൽ എന്താണ് അത് തമ്മില്? ഇല്ല, നമ്മള് സംസാരിക്കുമ്പോഴേ കാശ് പോന്നെ. സിമ്മ് വിഴുങ്ങിയേക്കോ, ഉള്ളി കിടന്നിനെയും സംസാരിക്കാൻ കാശ് പോവോന്നറിയാനാ. സാർ, ഒരു മൊബൈലുമായിട്ട് താങ്കളുടെ സിമ്മ് കണക്ട് ആയി മാത്രമേ ആ സിമ്മിൽ നിന്ന് എമൗണ്ട് നഷ്ടപ്പെടുകയോ വല്ലതും ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം അത് കളഞ്ഞു പോയാലും വിഴുങ്ങിയാലും എല്ലാം തന്നെ കളഞ്ഞു പോയാൽ സംസാരിക്കുന്നില്ലല്ലോ. ഇതിപ്പം അല്ലല്ല, ഉള്ളിക്കടന്നാലും കളഞ്ഞു പോയാലും എല്ലാം ഒരുപോലെയാണ്. സിമ്മ് മൊബൈലിൽ ഇട്ടെങ്കിൽ മാത്രമേ സിമ്മിനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ കാശൊന്നും നഷ്ടപ്പെടില്ല. താങ്കൾക്ക് ഇപ്പൊ ഇനിയും പുതിയൊരു സിമ്മ് വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സിമ്മിന് അപേക്ഷിക്കാം. ഇല്ലില്ല, എമൗണ്ട് നഷ്ടപ്പെടാറില്ല. അത് താങ്കളിപ്പോ ഡ്യൂപ്ലിക്കേറ്റ് സിമ്മിനായിട്ട് അപേക്ഷിക്കുക. അടുത്തുള്ള ഷോപ്പിൽ ഈ ഒരു ആ നമ്പറിൽ 6 പേരിലാണ് നമ്പർ എടുത്ത് അയാളുടെ അഡ്രസ് പ്രൂഫും ഫോട്ടോഗ്രാഫിന്റെ കോപ്പിയും കൊടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സിമ്മിനായിട്ട് അപേക്ഷിക്കുക. 4 മണിക്കൂറിനുള്ളിൽ ഡ്യൂപ്ലിക്കേറ്റ് സിം ഈ നമ്പറിൽ. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇത് കിട്ടിയാൽ തിരിച്ച് എങ്ങനെങ്കിലും കിട്ടിയാൽ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കോ? ഇല്ല, അത് ചാൻസ് കുറവാ, എങ്കിലും ശ്രമിച്ചു നോക്കൂ. ശ്രമിക്കാൻ ചേട്ടനോട് പറയാം. പക്ഷെ ഇതിപ്പം സിമ്മ് വെള്ളത്തിൽ വീഴുകയോ അല്ലെങ്കിൽ നനഞ്ഞാല് സിമ്മ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ശരി ശരി. സിമ്മ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ സിമ്മ് പിന്നെ വർക്കൗട്ട് ആവില്ല. ഏതായാലും ശ്രമിച്ചു നോക്കൂ. വെള്ളത്തിലാണെങ്കിൽ ചപ്പാത്തി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വെള്ളമൊന്നുമില്ല. ചപ്പാത്തിക്കകത്തായിരിക്കും വീണേ. എന്തായാലും നോക്കാം ചേച്ചി, താങ്ക്സ്. ഓക്കെ സാർ, ഈ കോളിന്റെ ഫീഡ്ബാക്കിന് ഈ കോളിന് ഐഡിയ സെഷന് ട്രാൻസ്ഫർ ചെയ്തോട്ടെ. വേണ്ട, വിളിച്ചതിന് നന്ദി സാർ.